മൂന്ന് തവണ ലോകകപ്പിന്റെ ഫൈനലിലെത്തിയിട്ടും കിരീടം നേടാനാകാതെ പോയ നിർഭാഗ്യവന്മാർ. ടോട്ടൽ ഫുട്ബോളിന്റെ മാസ്മരികത കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ദ ഫ്ലൈയിങ് ഡച്ച്മാൻ. എന്നാൽ ചരിത്രം വഴിമാറാനുള്ളതാണ്. 2026 വടക്കേ അമേരിക്കൻ മണ്ണിൽ റൊണാൾഡോ കൂമാരകയിൽ ഒരു പുതിയ ഓറഞ്ച് പട ഇറങ്ങുകയാണ്. പഴയ കണ്ണുനീരിനു പകരം ചോദിക്കാൻ, കനകസിംഹാസനം പിടിച്ചെടുക്കാൻ ഇവർ സജ്ജമാണ്. അതെ, ഇത്തവണ അവർ ഒരുങ്ങിത്തന്നെയാണ്. യൂറോ 2024 ടീമിൽ നിന്നും വലിയൊരു മാറ്റം ഇന്ന് ഈ ടീമിലുണ്ട്. സാവി സിമൻസ്, ഡിലൈറ്റ്, ഫ്രിംപോങ് തുടങ്ങി എന്നിങ്ങനെ പ്രമുഖ പേരുകൾ ഇന്ന് സ്ക്വാഡിൽ കാണാൻ സാധിക്കില്ല. പ്രീമിയർ ലീഗിലെ വമ്പന്മാരെ മുൻനിർത്തിയാണ് കൂമാൻ തന്ത്രങ്ങൾ മെനയുന്നത്. 15 പ്രീമിയർ ലീഗ് താരങ്ങളാണ് ഇന്ന് ഈ ടീമിലുള്ളത്. ബ്രൈറ്റന്റെ യുവ ഗോൾ കീപ്പർ ബാർട്ട് വെർബ്രൂഗൻ തന്നെയാകും ആ ഗോൾ വലക്ക് മുമ്പിൽ. കൂടെ മാർക്ക് ഫ്ലെക്കനും റോബിൻ റൂക്സും എന്നിവരുമുണ്ട്. പെനാൽറ്റി ഷൂട്ടൗട്ടുകളിൽ നിർണായകമാകാൻ വെർബ്രൂഗന്റെ മിന്നൽ റിഫ്ലക്സുകൾക്ക് സാധിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഈ ലോകകപ്പിൽ നെതർലാൻഡിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അതവരുടെ ലോകോത്തര പ്രതിരോധ നിരയാണെന്ന്. ലോകത്തിലെ ഏത് വമ്പൻ അറ്റാക്കിംഗ് നിരയെയും പൂട്ടിടാൻ ശേഷിയുള്ള പ്രതിരോധ കോട്ടയാണ് കൂമാൻ ഒരുക്കിയിരിക്കുന്നത്. ക്യാപ്റ്റനും ടീമിന്റെ നട്ടെല്ലുമായ വിർജിൽ വാൻഡേക്കാണ് അതിൽ പ്രധാനപ്പെട്ട താരം. കൂടാതെ ടോട്ടൻഹാമിന്റെ അതിവേഗ താരം മിക്കി വാൻഡിവനും ലെഫ്റ്റ് ബാക്കായും സെന്റർ ബാക്കായും കളിപ്പിക്കാൻ കഴിയുന്ന നെതാനക്കെ, വിങ്ങുകളിൽ തീപ്പൊരി വിതറുന്ന ഡംഫ്രീസ്, കൂടാതെ ആർസണൽ താരം ടിംബറും ബ്രൈറ്റൺ താരം വാൻ ഹെക്കയും വീഫറും ന്യൂകാസിൽ താരം ബോട്ട്മാൻ എന്നിവരും കൂടിച്ചേർന്നാൽ ബാക്ക് ഫോറും പകരക്കാരുടെ ബെഞ്ചും അതിശക്തമാണ്. മധ്യനിരയുടെ നിയന്ത്രണ ചുമതല ബാർസലോണയുടെ താരം ഫ്രെങ്കി ഡിയോങ്ങിനായിരിക്കും. ലിവർപൂളിൽ തകർപ്പൻ ഫോമിലുള്ള റയാൻ ഗ്രാവൻബർച്ചും മാഞ്ചസ്റ്റർ സിറ്റിയുടെ റൈഡേഴ്സും ചേരുമ്പോൾ മിഡ്ഫീൽഡ് ശക്തം തന്നെയാണ്. അറ്റ്ലാന്റയുടെ മാർട്ടൻ ഡി റൂണിന്റെ തിരിച്ചുവരവ് ടീമിന് കൂടുതൽ കരുത്ത് നൽകും. ക്ലെയ്വർട്ടും കൂപ്മിനേസും അവസരം കാത്ത് ബെഞ്ചിലുണ്ട്. ഓറഞ്ച് പടിയുടെ മുന്നേറ്റ നിരം ഒരു ആവറേജ് നിരയാണ്. പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ അവരുടെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ മെമ്പിസ് ഡീപ്പായി തന്നെയായിരിക്കും പ്രധാന സ്ട്രൈക്കർ. റോമയിൽ മികച്ച ഗോൾ സ്കോറിംഗ് ഫോമിലുള്ള മലനും ലിവർപൂളിന്റെ ഗ്യാപ്കോയും ഇരു വിങ്ങുകളിലായി നിലനിൽക്കും. കൂടാതെ വെഗോസ്റ്റ് എന്ന സൂപ്പർ സബുമുണ്ട്. യുവതാരം ക്രിസ്റ്റ്യൻ സമ്മർവില്ലയും ബ്രയാൻ ബ്രോബിയും ക്രൂമാന്റെ പ്ലാൻ ബി ആയിരിക്കുമെന്ന് ഉറപ്പാണ്. ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് പോളണ്ടിന്റെ ആദ്യ എതിരാളികൾ. അവരുടെ അച്ചടക്കമുള്ള കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം ഡച്ച് ഡിഫൻസിന് വലിയ പരീക്ഷണമായിരിക്കും. രണ്ടാമത്തെ മത്സരത്തിൽ ഫിസിക്കൽ ഫുട്ബോൾ കളിക്കുന്ന സ്വീഡനാണ് എതിരാളികൾ. അവസാന മത്സരത്തിൽ ആഫ്രിക്കൻ വീര്യവുമായി വരുന്ന ടുണീഷ്യയും. സ്ക്വാഡിന്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ നെതർലാൻഡ് ഗ്രൂപ്പിൽ ഒന്നാമരായി അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടാനാണ് കൂടുതൽ സാധ്യത. ക്വാർട്ടർ ഫൈനൽ വരെയുള്ള പാത അവർക്ക് വളരെ അനുകൂലമാണ്. അതിലപ്പുറം എത്രത്തോളം മുന്നേറുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണേണ്ടതാണ്.